ഹലോ ഗൈസ്, അപ്പോൾ ഇപ്രാവശ്യത്തെ വാലൻറ്റൈൻസ് അപ്പുണ്ണിനെ ഇങ്ങോട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ ആൾ ഇന്ന് 15-ാം തീയതിയാണ് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലോഡ് സാറിലായിട്ടാണ് കേട്ടോ ആൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ രാവിലെ തന്നെ തോന്നി ഞാൻ നേരത്തെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരെ വിട്ടത് ക്യാൻറ്റീനിലേക്കായിരുന്നു. ഒരു 3 ചായയും ഒരു മസാല ദോശയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ പുറത്തുനിന്ന് ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു മസാല ദോശ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൂടെ ആണെങ്കിൽ എൻ്റെ അനിയനും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീഡിയോ എടുക്കുന്ന ടൈമിൽ നൈസായിട്ട് എനിക്ക് സർപ്രൈസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഇത്രയും നേരം എനിക്കൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തരുമെന്ന് എനിക്ക് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഫൈനൽ ഡേ എനിക്ക് അത് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പൊട്ടിച്ച് കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ബർത്ത്ഡേക്ക് ഇവൻ എനിക്ക് ഇങ്ങനത്തെ വാങ്ങിച്ചാൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവനത് കിട്ടിയത്. ഞാൻ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്, കാരണം ആ ടൈമിൽ എനിക്കിത് കിട്ടാണ്ട് അവനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ നോക്കി കിട്ടിയില്ല എന്നൊക്കെ. അപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര 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 ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് അപ്പൂന്. കാരണം എനിക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ പ്രേമല സിനിമയിൽ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ കിട്ടാണ്ടായപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അത് എനിക്കിപ്പോൾ സാധിച്ചു. അങ്ങനെ നമ്മൾ ക്യാൻറ്റീനൊക്കെ പതുക്കെ ഇറങ്ങി ഞാൻ ഇവിടുത്തെ സ്ഥലമൊക്കെ അപ്പോൾ എനിക്ക് കാട്ടിക്കൊടുക്കാൻ കേട്ടോ. കാരണം ഇവിടെയാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ മെയിനായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെയാണ് എല്ലാവരും വന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാറ്. കാരണം ഇവിടെ നല്ല ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ. പിന്നെ ഞാനാണെങ്കിൽ കണ്ട പൂക്കളും പിറക്കി ഇങ്ങനെയൊക്കെ ഇരിക്കാറ്. പിന്നെ കുറച്ച് നെല്ലിക്ക അവിടെ നിലത്ത് വീണെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ പിറക്കിയിട്ടുണ്ടായിരുന്നു.